1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. அதில இருந்து இந்த கதவை யாரும் இதுவரைக்கும் திறந்ததே இல்லை. அதனால்தான் சொன்னேன், இங்க போகாதீங்க, இத தொடாதீங்க எல்லாம். இல்ல லட்சுமி? ஆமா. ஏய், உனக்கு சிரிப்பா நான் இவ்வளவு சொல்லிட்டு? அம்மா ഒരു മനുഷ്യൻ ചിരിക്കാണ് എന്ത് പറയാ? ഇങ്ങനത്തെ കൂറ കോമഡിയൊക്കെ അടിച്ചാ എന്താ വന്ന് ഇതെന്താണ് ഈ പൂട്ട് പറക്കാനാണോ പാട്? ദേവിച്ചു പോയി കാണുന്നു കൊല്ലങ്ങളായിട്ട് കിടക്കുന്ന സാധനമല്ലേ? ഒരു സ്പോട്ട്. ആ, ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കണ്? ഡേയ്, നമ്മളൊരു സ്ഥലത്ത് വന്ന അവിടെ ഉള്ള സ്ഥലങ്ങൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. ചായ പറഞ്ഞാലേ അണ്ണേ, 2 സ്ട്രോങ് ടീ. സ്ട്രോങ് ടീയാ? അതിന് നമ്മള് വീട്ടില് കടുപ്പത്തില് ചായ കുടിക്കാറില്ലല്ലോ. എടേ, നമ്മള് കുറച്ച് സ്ട്രോങ് ആണെന്നവര് വിചാരിച്ചോട്ടെ. അങ്ങനെ. ഡേയ്, ഇനി കടിവല്ലം വേണമെങ്കിൽ എടുത്തു. ചേട്ടാ, ഒരു വട. 2 വട. 2 വട. താങ്ക് യു. ലച്ചു, നമ്മൾ നിൽക്കുന്നില്ല വീട്, അതിന്റെ താഴെ വലിയൊരു ആമ്പൽക്കുളം ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് വിട്ടാലോ? അമ്മായി, നമ്മള് സ്ഥലങ്ങള് മാത്രം വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. വന്ന കാര്യം ഓർമ്മയുണ്ടാ? പച്ചക്കറിയുടെ കാര്യവും പച്ചക്കറി തോപ്പിന്റെ കാര്യവും മേടിക്കുന്ന കാര്യത്തിനെ പറ്റി കമാന്തര അക്ഷരം പോലും മിണ്ടുന്നില്ല. എടേ, നമ്മള് വന്നല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ. സമയമുണ്ടല്ലോ. ഈ വന്ന സമയം കൊണ്ട് അമ്മായി കണ്ട ചായക്കടയും തോയക്കടയും അതുപോലെ തന്നെ പുഴയും കായലൊക്കെ കണ്ടുപിടിച്ചല്ല. ഈ പച്ചക്കറിയുടെ കാര്യത്തിലൊന്നും അമ്മയ്ക്ക് യാതൊരു ചിന്തയില്ലേ? വഴി ഉണ്ടാക്കാടേ. വഴി ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. കാരണം എന്റെ കയ്യിലാണ് പൈസ മൊത്തം ഇറങ്ങിയേക്കുന്നത്. ഇപ്പൊ തന്നെ എന്തോരം കാശായെന്നറിയോ? പടവലത്ത് കൃഷിക്കാരെ ഇറക്കി, വളം മേടിച്ച്, അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതിന്റെ ചെലവ്, വഴിച്ചെലവോ വഴിച്ചെലവ് എന്നൊക്കെ പറഞ്ഞല്ലോ, വൻ ചെലവാണ്. എടാ, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. എന്തിനാണ് ഈ എച്ചിക്കണക്ക് പറയണ? നീ എച്ചിക്കണക്ക് പറയുന്ന ഇയാളൊരു 5ന്റെ പൈസ ഇട്ടിട്ടില്ലല്ലോ. മൊത്തം കാശ് ഇറക്കിയത് ഞാനല്ലേ? എടാ, ഞാൻ പറഞ്ഞില്ലേ, നീ കൂടെ ഞാൻ അറേഞ്ച് ആക്കണോണ്ട് തരാം. ഓ, പിന്നെ ഇയാള് ഭയങ്കരമായിട്ട് അങ്ങ് അറേഞ്ച് ചെയ്യും. ആ ഡേ കെയറിന്റെ കാര്യം വന്നപ്പോഴും അതെ, എന്റെ കയ്യിൽ നിന്നാണ് 13 കാശ് ഇറങ്ങിയത്. പിന്നെ ആ മീര ടീച്ചറും കുറച്ച് കാശ് കൊടുത്ത് കറക്റ്റ് സമയമാകുമ്പോ ശാർക്കരയ്ക്ക് അങ്ങ് മുങ്ങിക്കോളും. എന്തോന്ന് പറഞ്ഞ? ശാർക്കരയ്ക്ക് മുങ്ങൂന്ന്. ഒന്നുകൂടെ പറ. ശാർക്കരയ്ക്ക് മുങ്ങൂന്ന്. എന്തോന്ന്? മലയാളല്ലേ പറ, ചെവി കേട്ടൂടെ തനിക്ക്? ഇത് കുറെ നാളായിട്ട് ഞാൻ കേൾക്കണം. എന്ത് പറഞ്ഞാലും ശാർക്കരയ്ക്ക് മുങ്ങും, ശാർക്കരയ്ക്ക് മുങ്ങും, ശാർക്കരയ്ക്ക് മുങ്ങും. ഇൻസൾട്ട് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടാ. ഇങ്ങനെയാണെങ്കിൽ നിന്നോട് ഒരു കാര്യത്തിൽ ഞാൻ ഇല്ല. എന്ത് താൻ ഇത് കണ്ട മിറോട്ടി? ആ മിറോട്ടിക്ക് നീ ശരിയായി കൊടുക്കും. അമ്മായി അത് ഞാൻ നോക്കൂലട്ടോ, എന്റെ കയ്യിൽ നല്ല ചൂട് ചായ ഇരിക്കണം. ആ മരുമോളാണോ നോക്കൂലട്ടോ, എന്റെ നല്ല തണുത്ത ചായ അല്ലല്ലോ ഇരിക്കണത്. ഏത് നേരത്താണോ ഇതിനൊക്കെ
അമ്മായിയേ എന്ത് ഞാനും അതെ ആലോചിക്കണേ ഏത് സമയത്താണ് നിന്നെ കൂടെ കൂടെ അങ്ങ് തോന്നിയത് ഞാൻ പറഞ്ഞ എന്റെ കൂടെ വരാനായിട്ട് ഇല്ല 4 മണിക്കൊന്നും തന്നോണ്ടല്ലോ വഴി കിടന്ന് അടി ഉണ്ടാക്കാനാണെങ്കിൽ അറിയാലോ എനിക്ക് ലച്ചുന് യാതൊരു നാണക്കേടുമില്ല. എനിക്ക് ഒരു നാണക്കേടും ഇല്ല. എനിക്ക് പണ്ടേ അറിയാം. എനിക്ക് പണ്ടേ അറിയാം. ലച്ചു ഗൗരി ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണു. എന്തേത് വണ്ടി എടുത്ത് നേരെ വെക്ക്. നിന്റെ കയ്യിലൊന്ന് കുരു അടുത്ത് പോയി നേരെ. അതെ ഈ ടീച്ചർ വന്ന് കാല് കുത്തി കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ പ്രശ്നമാണല്ലോ. എന്തോന്നത് ഇതിപ്പോ എവിടെ നിന്ന് കിട്ടിയവർക്ക് ഇങ്ങോട്ട് വന്നത്? ഗോവിന്ദപുരത്തേക്കുള്ള ബസ്സിലാ വന്നേ. ഗംഗൈപുരത്തേക്ക് ബസ്സില്ല. അപ്പൊ ഞാൻ നടന്ന് വന്നപ്പോ നിങ്ങളെ കണ്ടു. എന്റെ ഭാഗ്യം. ഓ ഭാഗ്യം. നിന്റെ തലവെട്ടം കണ്ടതോടെ ഇവിടെ പ്രശ്നം തുടങ്ങി. അതെ അതെ ഞങ്ങൾ എന്ത് സന്തോഷത്തോടെ വന്നാന്നറിയോ? ടീച്ചർ കാലെടുത്ത് കുത്തി ഞങ്ങള് തമ്മിൽ തെറ്റി. അല്ല എന്തിനാണ് ഇത്രയും ദൂരം അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു വന്നത്? വല്ല ഓട്ടോയും വിളിച്ച് വന്നുകൂടായിരുന്ന? ഓട്ടോലോ? അതിനുള്ള പൈസയോ? എന്റെ കല്യാണം വേറെയാണ്. ആണോ? കയ്യിൽ പൈസ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. മോൾ ഇവിടെ ഇരുന്ന് പിച്ച എടുത്തോ. എന്നോ നോയിക്കൊണ്ടിരിക്കണ. ചായ കുടിച്ചാ? പെട്ടെന്ന് കുടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് വാ, നമുക്ക് പോവാം. കാശ് പെട്ടെന്ന് കൊടുക്കാം. ടീച്ചറെ 2 ചായ 2 വട പൈസ കൊടുത്തേരെ. ഞാനോ? പിന്നെ ഞാൻ കൊടുക്കണം. കല്യാണമൊക്കെ ഇങ്ങനെയൊക്കെ ചെലവേ. ചേട്ടാ ചായയുടെ വടയുടെ കാശ് ടീച്ചർ തരുവേ. മിറർ എടുത്തു വെച്ചോ. ശരിയാക്കാം. പൊട്ടിക്കും ഞാൻ. പിള്ളേരെയൊക്കെ സെറ്റ് ചെയ്യണം. വാ കേറ് പോവാം. അപ്പൊ ഞാനിങ്ങനെ വരും. ഇത്രയും ദൂരം നടന്നല്ലേ വന്നേ, ബാക്കി കൂടെ അങ്ങ് നടക്ക്. ആ വഴി നേരെ വരിക. ഓക്കെ, എന്നിട്ട് അവിടുന്ന് ഫസ്റ്റ് റൈറ്റ് നടന്നു വന്നാൽ മതി. ശരി കാണാമേ. പോവേ. என்னன்னா அதனால நீங்களும் சிரிச்சீங்களா? நாங்க பழைய விஷயங்கள்லாம் சொல்லிட்டு இருக்கோம். நான் சின்ன குழந்தையா இருக்கும்போது இங்க வருவேன். அப்ப வந்து இங்க சக்கா மாங்காய் தேங்காய் நிறைய வேலைக்காரங்க எவ்வளோ ஜாலியா கொண்டாட்டமா இருக்குன்னு தெரியுமா அம்மா? என்னைக்குமே இங்க திருவிழா தான். நம்ம உற்சவம் இருக்குல்ல அந்த மாதிரி இருக்கும். ഓ നിങ്ങൾക്കത് ഉത്സവം. പട്ടിപ്പണിയെടുക്കുന്ന പണിക്കാർക്കറിയാം കഷ്ടപ്പാട്. அன்னைக்கெல்லாம் கனகம் சொன்ன மாதிரி வீட்டுக்குள்ள ஒரே கூட்டமா இருக்கும். சொந்தக்காரங்க ஊரு பெரிய மனுஷங்க எல்லாரும் இருக்கும். தினமும் அன்னதானம் எல்லாம் இருக்கும். അന്ന് അന്നദാനം കൊണ്ടല്ലേ? അന്നും എങ്ങനെ വടക്കേപ്പുറത്ത് കുഴി കുത്തിയാണ് എല്ലാവർക്കും ആഹാരം കൊടുക്കണത്? അതാ പാത്രത്തിൽ കൊടുക്കൂ. പഴയ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമല്ലോ, നീ ഒന്ന് കേട്ടിരിക്കേ. എനിക്ക് കേട്ടിരിക്കാനല്ലേ പറ്റൂ. പഴയ കാര്യത്തെ ഇടയ്ക്ക് പറയാൻ പറ്റും. ഞാൻ ഇവിടെ അന്ന് ഉണ്ടായിരുന്ന ഇവിടെ. இப்ப வந்து எல்லா பிள்ளைங்களுமே வெளியூருக்கெல்லாம் போயிருக்காங்க. இப்ப யாருமே இல்ல. ഒരു പേര് ചെയ്ത ദോഷം. தோஷமா? இப்படி யாரும் இந்த குடும்பத்துல ஒரு தோஷம் பண்ணிட்டல தெரியுமா? இல்ல നല്ല மட்டும்தான் ചെയ്തിരിക്ക. ഞങ്ങളുടെ കുടുംബവും നാട്ടിലെ അറിയപ്പെടുന്ന കൂട്ടുകുടുംബമായിരുന്നു. വലിയ കൂട്ടുകുടുംബമായിരുന്നു. ഇപ്പൊ നശിച്ചു. നശിച്ച? ഓ ഇല്ല, നശില്ല, നശിക്കും. അല്ല അങ്ങനെയാണല്ലോ നാട്ടിൽ കണ്ടുവരുന്നത്. അത് പറഞ്ഞത് என்னன்னா இது? அந்த காலத்துல இங்க காளை வண்டி குதிரை வண்டி எல்லாமே இருந்தது. நாங்கெல்லாம் இப்படி சவாரி எல்லாம் போவோமா? ഇപ്പൊ 2 മോപ്പെട്ടിരിക്കുന്നു. അത് 2 ഓടൂല്ലേ അണ്ണാ? ஓடு ஓடு. അല്ല പിള്ളേർ തള്ളണുണ്ട്. പഴയ കാലം എപ്പോഴും പഴയ കാലം തന്നെയാ. അത് പിന്നെ പണ്ടും അന്നും ഒന്നും എന്നും അങ്ങനെ തന്നെ. പഴയ കാലമല്ലേ, പുതിയ കാലം എന്തിനു പറയുന്നത്? എടാ നീ ആ പിള്ളേർ അപ്പുറത്തോണ്ട് നീ നോക്കിട്ട് വന്നേ. പിന്നെ പിള്ളേർ അവിടെ പോയി, അവിടെ തന്നെ കാണാം. എടാ നല്ലൊരു അർത്ഥമായിട്ട് നീ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കാതെ നീ പോയി നോക്ക്. നീ വയ്യോ? பெரியவங்க சொன்ன நீ கேட்க மாட்டா. வெளிப்படா போய் பாரு குழந்தைல என்ன பண்றது பாரு. എല്ലാ പാട്ടി വന്ന് என்ன வந்து குந்து പാട്ടി പറഞ്ഞാ കേക്കണ്ടേ? പെരുവേര് சொன்னா അപ്പ കേക്കണോ? പിന്നെ പാട്ടി போடா. அங்க வெளியில பிள்ளைங்க எல்லாம் சிரிச்சு ரசிச்சு அத்தைப்பூக்கள் எல்லாம் போட்டுட்டு இருக்காங்க. பசங்களெல்லாம் ரொம்ப கெட்டிக்காருங்க. எப்பவுமே சிரிச்சு பேசிட்டே இருக்கா. தம்பி முத்து கல்யாணம். சின்ன பையனா இருக்கிறத இங்க வந்திருந்த நிறைய கல்யாண ஆலோசனை எல்லாம் வந்தது. ஆனா அவனுக்கு கல்யாணமே வேண்டாமா. என்ன பண்றது? அப்படி போட்டு வாங்க நம்ம அவங்க எல்லாம் அத்தைப்பூக்களம் போடுறது பார்க்க போலாமா? சரி பார்க்கலாம். ഓണവില്ലാണേ മഴവിൽ തല്ലാണേ ഓലഞ്ഞാലി പൊന്നും മിന്നും ചേലാണേ. ഓണവില്ലാണേ മഴവിൽ തല്ലാണേ ഓലഞ്ഞാലി പൊന്നും മിന്നും ചേലാണേ. എള്ളോളം സ്നേഹം കുന്നോളം നൽകുന്നേ
ചെമ്പാവേ തരളമൊരു കൗമാരം ഊയലാടുന്നേ പെണ്ണാണേ കനകമണി ചെമ്പാവേ തരളമൊരു കൗമാരം ഊയലാടുന്നേ ചിത്തിരത്തോണി ചക്കരത്തോണി മുന്നേ പോവണതാരോ പച്ചിലത്തോണി പിച്ചകത്തോണി ആരാരോ കാണാ കൊമ്പത്തെ മായ പൊന്മാരെ നീയും കണ്ടില്ലേ താരക്കൂട്ടത്തെ ആരും കണ്ടില്ലേ കാട്ടിത്തന്നില്ലേ ആരോ ചൊല്ലുന്നേ കൂട്ടം തട്ടിപ്പോയി ഓണവില്ലാടെ മഴവിൽ തെല്ലാടെ ഓലഞ്ഞാലിപ്പൊന്നും നിന്നും ചേലാണേ എള്ളോളം സ്നേഹം കുന്തോളം നൽകുന്നേ ചെമ്മാനം പൂക്കുന്നേ ആ മൂലയ്ക്ക് ഈ മൂലയ്ക്ക് എത്ര രൂപയാന്നറിയില്ല അവിടെ പൂവന്നെ മേടിച്ചിട്ട് എന്നെ പിന്നെ മഞ്ഞപ്പൂനാവല്ലേ ഈ പൂ മേടിക്കാൻ തന്ന പൈസയുടെ ബാക്കിയോടെ അത് പിന്നെ അതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല പിന്നെ മര്യാദക്ക് എനിക്ക് തിരിച്ചെന്നോ ഇവിടെ നാക്കൊന്ന് പോലെ നിർത്ത് മാറി നീങ്ങിനും കൊണ്ട് ഇത് ആരിട്ട ഡിസൈൻ ഞാൻ അതെന്നെ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങളെ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് பாட்டி எப்படி இருக்க இந்த அர்த்தம் நல்லா இருக்கும் நல்லா இருக்கு நல்லா இருக்கு ஐயடா முத்தாமா எப்படி இஷ்டப்பட்டா സൂപ്പറാ ഇருக்கு ഡേയ് മുത്തുകുമരാ അണ്ണാ ഡേയ് ഇത് ആര് ശേഷം ഇവിടെ അലങ്കരിച്ചത് ഇങ്ങനെ ചുറ്റി ചുറ്റി അതിന് വേറെ ആര് ഞാൻ തന്നെ അലാറങ്ങണ്ടായി എടാ എന്നാലും കൊള്ളാം കേട്ടാ ഇത് വന്നതോട് വീടിന്റെ ദാരിദ്ര്യം മാറി കിട്ടി ഭാഷ്യങ്ങളെ കയ്യിലിരിക്കുന്നതേ അരളിപ്പൂവാ ഇച്ചിരി വായിൽ വെച്ച് തരട്ടെ ഞാൻ വിഷം பாட்டியம்மா நீங்க இங்க எல்லாம் இந்த ஓணம் எல்லாம் ஆகோஷிக்க மாட்டீங்க இல்லையா இல்ல நாங்க அங்க ரொம்ப பெரிய கொண்டாட்டமாக்கும் ഏയ് ഇങ്ങൊന്നും ഓണപ്പണ്ടിയെ കൊണ്ടാടുന്നില്ല അപ്പൊ ഈ സ്ഥലമാണ് ഓണം കേറാൻ മൂല കേശോ ആർപ്പോ ആർപ്പോ லட்சுமிமா என்ன கேசு எங்க போறோமா ஒரு சின்ன தேவை நான் ஜங்ஷன் வர போறேன் நீ வரையா ഞാനൊന്നും திரும்பி வரும்போது கார்மேக குருளியில பார்க்கணும் എന്തൊരു കുഴിയിലെന്ന് കാർമേഘ കുഴലി കാർമേഘ കുഴിലിയാ എന്നാ പിന്നെ ആ കുഴിലിയെ പാത്രനെ വായിക്കാര്യം അയ്യോ അതല്ല നിന്റെ കുഴലി ഫ്രണ്ട് ആണല്ലോ ഫ്രണ്ടെ പാക്കുறதுக்கு என்ன பிரச்சனை நீ மாறு நான் வண்டி எடுக்கிறேன் நம்ம ஊர்ல நாம ராஜா தானே என்னெல்லாம் செஞ்சிருப்போம் இது ஸ்டார்ட் பண்ண தெரியாதா அப்புறம் ஆமா இந்த கார்மேக கோயில் இருக்கல அவளை பார்த்ததுக்கு அப்புறம் இந்த விவசாய நிலம் எல்லாம் போய் பார்க்கணும் அக்ரிகல்ச்சர் லேண்ட் என்னலே என்னம்மா ஏறலையா ஏறுமா போறோம் கார்மேக கோயிலியா பாக்குறோம் ஆண்டவா அதோ வர்றேன் കാറ്റലയും കഥ പറയും കാവ് ചന്ദനവും പെയ്തുവരും പഞ്ചമിരാവ് അരിമുല്ലേ വരുന്നുണ്ട് വിരുന്നുകാരൻ അവനല്ലേ കിനാവിന്റെ കുരുന്നുമാരൻ ആവണിരാവിന്റെ വെള്ളി നില നൂലിഴകൾ നീ അണിയുന്ന ആതിര നാളിന്റെ ഓർമ്മയിലെ മഞ്ഞലയിൽ നീ കുളിരുന്നു അരിമുല്ലേ വരുന്നുണ്ട് വിരുന്നുകാരൻ അവനല്ലേ കിനാവിന്റെ കുരുന്നുമാരൻ
കഥ പറയും കാവ് ചന്ദനവും പെയ്തു വരും പഞ്ചമിരാവ് അഴകിന്റെ തളിരുകൾ ഒരുങ്ങി നിന്നോ ഇലമൂടും തളിരുടൽ ഒതുങ്ങി നിന്നോ നിറമുള്ള ചിറകുമായി അവനണഞ്ഞു നനവുള്ള കവിളിലായി തൊടുന്നുവോ പൊതിഞ്ഞുവോ അവനെന്റെ കുറുമ്പുമായി മുഴിഞ്ഞുമെല്ലേ അവളെന്റെ കുറുമ്പനായി കുഴഞ്ഞുമെല്ലേ ആലിലയും കാറ്റലയും കഥ പറയും കാവ് ചന്ദനവും പെയ്തു വരും പഞ്ചമിരാവ് കനവിന്റെ ഇതളുകൾ ഉലഞ്ഞുവെന്നോ കരളിന്റെ കഥകുകൾ തുറന്നുവെന്നോ അവൻ നിന്റെ കുമ്പിളിൽ പറന്നിരുന്നോ മധുവുള്ള ചൊടി അതിൽ ഉരുങ്ങിയോ നുണഞ്ഞുവോ ഈ മലയൊക്കെ കാണാൻ എന്ത് രസമാണ്. യേസു ഉനക്ക് മലയെന്നാ ரொம்ப பிடிக்குமா? പിന്നെ ഈ മല എന്ന് പറഞ്ഞ അല്ല சொன்னா അമ്മമാര് തന്നെ അമ്മയല്ല തായ്മാര് തന്നെ. യേസു അമ്മാവും തായും ഒന്ന് താനേ. അമ്മാവും തായും ഒന്ന് മരുതാ. இந்த തായ് കുട്ടികൾക്ക് പാല് ചേർത്തില്ല. എന്നാ ചോദിച്ചു വെക്കേണ്ടിയിരുന്നതൊക്കെ അങ്കപ്പാറ് ആ അരുവി ഉണ്ടാ പൊട്ടി ഒലിച്ചു പറഞ്ഞത്. ആ അന്താ അരുവിമാര് താനേ അമ്മ കുട്ടികൾക്ക് പാല് ചുരുത്തും. ഓ அப்படியா அப்படிதா. യേசு உனக்கு மலை மட்டும் தானே பிடிக்கும்? അങ്ങനൊക്കെ ചോദിച്ചാ മലയും മഴവില്ലും. മഴവില്ല മഴവില്ല അതെന്നെ മറ്റേ ഈ മഴ പെയ്യുമ്പോ വെയിലടിച്ചിട്ട് 7 കളറായിട്ട് വാനവില്ല്. വാനവില്ല് വാനം മാനം മരം മഴ പിന്നെ മയില്. അങ്ങനെ ഈ ഭൂമിയില് നമുക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം ദൈവം എന്താണ് സൃഷ്ടിച്ചത്? കടവുൾ ഈ ക്രിയേറ്റ് பண்ணி ഇട്ടിരിക്കുന്നത് எல்லாருக்கும் பிடிக்கிறதானே. ഇപ്പം ലക്ഷ്മിക്ക് ഉലകത്തിലെല്ലാം പിടിക്കും இல்லையா? எனக்கு ரொம்ப பிடிக்கும். അതേതാ എനക്ക് എന്താ ഉലകത്തിലെ എല്ലാം പിടിക്കും. പിടിച്ച് മരിച്ച്. ലച്ചു സെക്കൻഡ് പോണ്ടേ? ലച്ചു സെക്കൻഡാ? അത് യാറ്? ഓ ലച്ചു എന്റെ ചേച്ചി ലക്ഷ്മി ബാലേന്ദ്രൻ തമ്പി.
ഞാൻ ചെല്ലമ്മ ലച്ചു എന്ന് കൂപ്പിടും. ചേച്ചി എന്ന് പറഞ്ഞാ എനിക്ക് എൻ്റെ അമ്മയെ പോലെ. ചേച്ചി എൻ്റെ എല്ലാമാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ലച്ചു സെക്കൻഡ് എന്ന് വിളിച്ചേ. എങ്ങനെ പോയാലേ?